അജമാരെ നമ്മളങ്ങനെ ബീച്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആവുന്നുണ്ട്. അപ്പം ഇത് നമ്മളെ ബീച്ചിലങ്ങനെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ ബസ്സും ഇവിടെ ഉണ്ട് മച്ചാമാരെ. അടിപൊളി വൈബ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊട്ടത്തേങ്ങ. അപ്പം മച്ചാമാരെ നമുക്കിന്ന് പുതിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു ബീച്ചിലോട്ട്. അടുത്തുള്ളൊരു സ്കൂളിൽ നിന്നാണ് നമുക്കിന്നത്തെ ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പം ബീച്ച് വരെയാണ് ഇന്ന് നമുക്ക് പോകുന്നത്. അതായത് ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏകദേശം കൊച്ചിക്കടുത്താണ്. ഇനി കോഴിക്കോടുള്ള ബീച്ചിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ടയറൊക്കെ വണ്ടിയുടെ 4 ടയറും മാറ്റി. കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു, നമ്മൾ ഷെഡിൽ നിന്ന് പണിഞ്ഞിറക്കി, എന്നാലും ടയർ കുറേയൊക്കെ പ്രശ്നമായിരുന്നു. പിന്നെ നമ്മളിപ്പം വർക്ക്ഷോപ്പിൽ വന്ന് ടയർ 4 അങ്ങ് മാറ്റി വെച്ചാൽ വരെ. അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ അടുത്താണ് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് തന്നെയാണ് പണിഞ്ഞത്. അപ്പോൾ തൊട്ടപ്പുറത്താണ് സ്കൂളുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ തൊട്ടടുത്താണ് സ്കൂള്. ഇച്ചിരി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു 200 മീറ്ററൊക്കെ പോയാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി മച്ചാമാരെ. ഇത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത്. കണ്ടാൽ മച്ചാമാരെ. അപ്പോൾ നമ്മളങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി പിള്ളേരെല്ലാം കയറട്ടെ. ഇപ്പോൾ രാത്രി ഏകദേശം 10 മണിയോളം ആയിട്ടുണ്ട്. രാവിലെയാണ് നമുക്കവിടെ എത്തേണ്ടത്. രാവിലെ ഒരു 4 മണി ഒക്കെ ആകുമ്പം നമുക്കവിടെ എത്തണം. അത്രയും ദൂരമുണ്ട്. അത്രയെങ്കിലും ഇടയ്ക്ക് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ 4 മണിക്ക് മുമ്പ് എന്തായാലും ചെല്ലും, അതുറപ്പാണ്. അപ്പം ഇപ്പം എന്തെങ്കിലും 10:45 അപ്പം നമുക്ക് എന്തായാലും പിള്ളേരെല്ലാം കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നൈസ് വണ്ടി അങ്ങോട്ട് എടുത്തേക്കാം. ഇനി ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ, നമുക്ക് 4-5 ജില്ലകൾ കടന്ന് നമുക്ക് പോകാനുണ്ട്. നമുക്കൊരു ചുരം കയറാനുണ്ട്, ചെറിയൊരു ചുരം. അത് നമ്മൾ അന്ന് ഈ 27 ഹെയർ പിൻ വളവ് കയറിയില്ലേ, അതൊന്നുമല്ല. അതിന് മുമ്പ് ഒരു ചുരം പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോണക്കൊരു ചുരം നമുക്ക് കയറി. ഇതാ സൈഡിൽ കാണുന്ന നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പറത്തുകയാണ്. വീഡിയോ സ്പീഡാക്കുകയാണ്. കാരണം ഒരുപാട് കണ്ടോ, ഈ ചുരമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അപ്പം കണ്ടോ, ഇതാണ് നമ്മൾ പോയിരുന്ന ചുരം എന്ന് മച്ചാന്മാരെ. കണ്ടോ, ഇതാണ് നമ്മുടെ ചുരം. അപ്പം നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് പറത്താൻ മച്ചാന്മാരെ. ഇനി നമ്മൾ പറത്താൻ പോവാം. നമ്മളങ്ങനെ ഒരു 1-2 ജില്ല നമ്മൾ വീഡിയോ നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഏകദേശം ചുരമൊക്കെ കഴിഞ്ഞു. അപ്പം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പറത്തി വിട്ട് വിടാൻ പോവാണ്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം മച്ചാന്മാരെ, നമ്മളങ്ങനെ കുറച്ചുകൂടെ ദൂരം താണ്ടി നമ്മളിപ്പം ഏകദേശം നമ്മൾ സ്ഥലം ആയില്ല, ഏകദേശം അടുത്ത് എത്താറായെന്നേ ഉള്ളൂ. ഏകദേശം ആ ജില്ലയുടെ അടുത്ത്, കോഴിക്കോടിനടുത്ത് എത്താറായി. അപ്പം നമ്മളങ്ങനെ പറത്തി വിടുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും ഇപ്പോൾ 624 സബ്സ്ക്രൈബേഴ്സോളമായി. നമുക്ക് 700 ആവണം. 700 800 അങ്ങനെ 1K നമുക്ക് ഉടനെ തന്നെ അടിക്കണം മച്ചാന്മാരെ. പരമാവധി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ 1, 2, 3 അക്കൗണ്ടൊക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് എല്ലാം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മച്ചാന്മാരെ. അതേ പറ്റൂ. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം മച്ചാന്മാരെ, നമ്മളങ്ങനെ ഏകദേശം ബീച്ചിൻ്റെ അടുത്തൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് എൻട്രൻസ് കണ്ടു മച്ചാന്മാരെ, കണ്ടു. അപ്പം മച്ചാന്മാരെ, നമ്മളങ്ങനെ നമ്മുടെ ബീച്ചിലേക്ക് കയറാനുള്ള എൻട്രൻസ് കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ സൈഡിൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം നമ്മുടെ ബീച്ചിൻ്റെ എൻട്രൻസ് ഇപ്പം ഏകദേശം രാത്രി 1 മണി 2 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻട്രൻസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു മച്ചാന്മാരെ. അങ്ങനെ നമ്മുടെ കോഴിക്കോടുള്ള ബീച്ച് സാധാരണ നമ്മൾ ബീച്ച് പോലെ ഇങ്ങനെ തിരയൊന്നും അടിച്ചു വരത്തില്ല. പക്ഷേ വാട്ടറിന് മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇതിന് നല്ല രീതിയിൽ വെള്ളം അനങ്ങുന്നുണ്ട്. പക്ഷെ കയറി വരത്തില്ല ഇങ്ങനെ അങ്ങോട്ട്. പിന്നെ അങ്ങ് ദൂരെ മലകളും ഒക്കെ കാണാൻ പറ്റും. വൈകിട്ടൊക്കെ, അതായത്
ഈ സൂര്യനൊക്കെ ഉള്ള സമയത്താണ് ഇച്ചിരി നല്ല ക്ലിയറായിട്ട് കാണാം. പക്ഷെ നമ്മളെടുത്തപ്പം രാത്രിയാണ് വന്നത്. പിന്നെ മാറ്റി 2-3 പ്രാവശ്യം നോക്കിയിട്ടും രാത്രി തന്നെയാണ് വന്നത്. അപ്പം മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ബീച്ചും കാര്യങ്ങളുമൊക്കെ. അങ്ങ് എന്തോ ഒരു റോസ് സംഭവം കാണുന്നുണ്ട്. റോസല്ല, വയലറ്റാണെന്ന് തോന്നുന്നല്ലേ. അതെ, വയലറ്റ് സംഭവം കാണുന്നുണ്ട്. അപ്പം നമ്മുടെ പിള്ളേരെല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി കാണാനൊക്കെ അങ്ങെങ്ങാണ്ടാണ് ഇറങ്ങാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുകയാണ്. അങ്ങ് ദൂരെ എവിടെ നിന്നോ കണ്ടിട്ട് പോകുന്നത്. അപ്പോൾ അവരെല്ലാം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പം കണ്ടോ, വെള്ളത്തിന് മൂവ്മെൻ്റൊക്കെ ഉണ്ട് മച്ചാന്മാർ. നിങ്ങൾ ഇതുവഴി പോകുമ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഒരു എൻട്രൻസ് ഉണ്ട് സൈഡിൽ. അപ്പം മച്ചാന്മാരെ, നമ്മളങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ.